അത് അവൾ എന്റെ കയ്യിലാണ് തന്നത്. നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് വേദിയിൽ അല്ല, അങ്ങനെയല്ല, വീഡിയോയിൽ നമ്മുടെ അടൂര് എന്ന സ്ഥലത്തുനിന്ന് ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു ബ്രദർ അറിയിച്ച പാട്ടാണ്. അപ്പൊ നിങ്ങളത് ഫസ്റ്റ് നന്നായി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നുമില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള, നമുക്കൊക്കെ മീൻസ് ഒരു ടൈമിങ്ങിൽ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഏഴിമല പൂഞ്ചോല. ഹൈ ഹൈ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ നിത്യതി പെൺകുടികൾ എങ്ങനെ നമുക്ക് ഏഴിമല പൂഞ്ചോല. ഭാരത നടനത്തിൽ എന്ന് പറയുന്നതെന്ന് വെച്ചാ എല്ലാ നൃത്തവും ഇന്ത്യയിലുള്ള നമുക്ക് ഭാരത നടനത്തിൽ എന്ന് തന്നെ പറയാം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യമുള്ള ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം, മെസ്സേജ് ചെയ്താൽ മതി. നമ്പര് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം, നേരെ ലൈവായിട്ട് ഒറ്റ ടേക്കിൽ കാണാം. എത്ര ടൈം എടുത്ത് കൊറിയോഗ്രാഫി? കുറച്ച് എന്നെ പറ്റിച്ച് ഒരു 10-15 മിനിറ്റ്, അത്രയും സമയം എടുത്തോളൂ. കാണാമല്ലേ? ഓക്കെ, തെറ്റിക്കരുത്. അയ്യോ, മീനാക്ഷിയുടെ മാത്രമായിട്ട് മയക്കുന്നു, ഒന്നുമില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്. നിന്നോ. Hurry up!
കൊഞ്ചടി 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 ആറ്റുമുത്ത് ഓക്കേ. അയ്യോ മക്കളെ, ആ അല്ല എന്റെ ഷോൾ അവിടെ കയറി ഒന്ന് കുടുങ്ങി പൊട്ടിപ്പോയായിരുന്നു. ആ ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, എന്താ പറയാ, എനിക്ക് അടൂരുള്ള നമ്മുടെ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ബ്രദറിനോട് വളരെയധികം നന്ദി. നിങ്ങൾക്കൊക്കെ അറിയാം മക്കളെ, സിൽക്ക് സ്മിത എന്ന് വെച്ചാൽ ആള് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത വളരെ നല്ല ഒരു അഭിനേത്രിയാണ്. സ്ത്രീ സൗന്ദര്യത്തിന് ഇത്രയും ഒരു എന്ത് ഷേപ്പും അതുപോലെ ആ ഒരു രീതിയിൽ ആക്ടിങ് നല്ല രീതിക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ പലരും അതൊരു മൈനസ് രീതി കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നല്ലൊരു എന്താ പറയാ അഭിനേത്രിയായിരുന്നു സിൽക്ക് സ്മിത. അപ്പൊ അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗാനമാണ് ഇതപ്പോ മക്കളെല്ലാവരും വളരെയധികം ഇങ്ങനെ നല്ല അതെ വളരെയധികം മനോഹരമായിട്ട് തന്നെ ഇത്രയും കുറഞ്ഞ സമയത്തായിട്ട് ചെയ്തു. അപ്പൊ ആദ്യമേ നമ്മുടെ ശ്രീകുട്ടൻ എന്ന ബ്രദറിനോട് നല്ലൊരു നന്ദി പറയൂ. ഒരുപാട് നന്ദി. ഒരു നർത്തകിമാർ, നല്ല കലാകാരികൾ എന്ന നിലയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് കുറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു, തള്ളിക്കേറി. ഓക്കെ, ആരുടെ കയ്യിലും മൈക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധിമോളെ? അല്ല, ഇങ്ങനെ മീൻസ് ഈ ഒരു ടീമിലെ ഡാൻസ് മീൻസ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ചെയ്തു, നല്ലായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക കുട്ടി? നന്നായിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു ടൂണിൽ ഞാൻ ഒരു 8 പോർഷൻ വരും. ആ 8 സ്റ്റെപ്പ് ഇവിടെ എത്തിയപ്പോ മറന്നുപോയി. പിന്നെ ഞാൻ ആവശ്യമില്ലാതെ ചിരിച്ചു. എന്തിനാ ചിരിച്ചെന്ന് അറിയില്ല, ചിരിച്ചും കളിച്ചു. പിന്നെ ചിരിയൊക്കെ മാറ്റി കൊള്ളായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഇച്ചിരി ബുദ്ധിമുട്ടാ. നമുക്ക് ചിരി നോർമലി വേഗം വരും, പക്ഷെ അതല്ലാണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കലയുടെ ഒരു ഭാഗമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? നല്ലതായിരുന്നു ചേച്ചി, എല്ലാരും നന്നായിട്ട് ചെയ്തു. ഞാൻ ചെയ്തു എന്ന് എനിക്കറിയില്ല. അനാമിക പറഞ്ഞ പോലെ നല്ല ബുദ്ധിമുട്ടാണ് ആ ഒരു വഴക്കവും ആ എക്സ്പ്രഷൻ എല്ലാം നല്ല. പിന്നെ കണ്ണിലാണെങ്കിലും നോട്ടത്തിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു ആകർഷണീയതയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ കുറച്ച് പാടാണ്. ചെയ്തു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, ജനാവാസുകി മോളുടെ കമ്മൽ എവിടെ? ഊരിപ്പോയോ? ഓക്കെ, ശരി. അവളെക്കാളും വലിയൊരു കമ്മൽ ഇട്ടാണ് കളിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നല്ലതായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് എല്ലാരും കളിച്ചത് കുഴപ്പമില്ലാണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് കൂട്ടുകാര് പറയട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് അല്ല, 15 മിനിറ്റ് സമയം കൊണ്ട് ചെയ്ത ബേസ് ഉള്ളത് കൂട്ടുകാരെന്തോന്നുള്ള അറിയിക്കട്ടെ. ഒരുപാട് ടൈം വെച്ചല്ലോ ചെയ്ത്. ഓക്കെ, പറഞ്ഞോ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? എനിക്ക് ആദ്യം ടെൻഷൻ ഇല്ലായിരുന്നു, പക്ഷെ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോ ടെൻഷനായി. കുഴപ്പമില്ലാണ്ട് ഞാൻ കളിച്ചു, തെറ്റിച്ചില്ല. പക്ഷെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇട്ടത് കയ്യിൽ കൊടുത്തോണ്ട് മാറ്റി. കയ്യിൽ കൊടുത്ത് കളിക്കാൻ അതുകൊണ്ട് ആ സ്റ്റെപ്പ് മാറ്റി. അല്ലാണ്ട് ഞാൻ നന്നായിട്ട് കളിച്ചു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നല്ലായിരുന്നു ചേച്ചി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാ. കാര്യം ചിരിച്ചും ദേഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് അതത്ര എക്സ്പീരിയൻസ് ഉണ്ട്. കുറെ സ്റ്റേജ് പ്രോഗ്രാം ആയാലും ഷൂട്ടായാലും. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഈ ഒരു സോങ്ങിന് എല്ലാവരും ഒരു നെഗറ്റീവ് രീതിയിലാണ് എടുത്തിട്ടുള്ള, മിക്കവാറും കമന്റിലും ആ ഒരു രീതിയിൽ ചിലപ്പം വന്നേക്കാം. പക്ഷെ ആ ഒരു ടൈമിംഗ് ഒക്കെ മാറി. അതെ, അങ്ങനെ അങ്ങനെ ചിന്തിക്കാത്തവരാ സത്യത്തിൽ കൂടുതൽ. അതെ, എന്നാലും ഒരു ചെറുതായിട്ടൊക്കെ അങ്ങൊക്കെ കാണും, ഉറപ്പായിട്ടുണ്ട്. അതും പിന്നെ ഞങ്ങൾ ഇത് എടുത്തപ്പോഴേ ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചു. പക്ഷെ എല്ലാ ഡാൻസിനും അതിന്റേതായ ഒരു രീതിയുണ്ട്. അപ്പൊ ആ ഒരു രീതി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെ നീതി പുലർത്തി തന്നെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ലത് മക്കളെ ചെയ്തിട്ടുണ്ട്, അതാണല്ലോ നമ്മുടെ കർത്തവ്യം. അതെ. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരുമായിട്ട് നമ്മുടെ ശ്രീകുട്ടൻ എന്ന ബ്രദറിന് നല്ലൊരു നന്ദി പറഞ്ഞേ. ഒരുപാട് നന്ദി. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക്
താല്പര്യമുള്ള ഡാൻസ് വീഡിയോസ് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മീൻസ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചെറിയൊരു എമൗണ്ടിൽ തന്നെ ആയിട്ട് അത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അറിയിക്കണം, അഭിപ്രായമൊക്കെ അറിയിക്കണം. അപ്പോൾ എല്ലാവരുമായിട്ട് ചേർന്ന് നമ്മുടെ നിത്യതി മക്കൾ എല്ലാവരുമായിട്ട് ചേർന്ന് നല്ലൊരു ടാറ്റ പറഞ്ഞോ. ഓക്കെ, ഇതോ വണ്ടി വന്നു. മഞ്ജു ചേട്ടാ ജനയുടെ കമ്മലിടുമ്പോ ചിന്നി